إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا من سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد. സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമ്മിൽ സദാ വർഷിക്കുമാറാകട്ടെ. എല്ലാ വിശ്വാസി സഹോദരങ്ങൾക്കും ഈദുൽ അദ്ഹ ആശംസകൾ ആമുഖമായി നേരുകയാണ്. തക്ബീർ ധ്വനികൾ മുഴക്കിക്കൊണ്ട് പെരുന്നാൾ നമസ്കാരത്തിലേക്ക് നമ്മൾ വരുമ്പോൾ സിന്ദാബ എന്ന് പറയുന്ന കേവലം ഒരു മുദ്രാവാക്യമല്ല ഉരുവിട്ടിട്ടുള്ളത്. മറിച്ച് അള്ളാഹു കബീർ എന്ന് പറയുന്നതിനേക്കാളും ഉപരിയായി അള്ളാഹു അക്ബർ, അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന് പറയുന്ന തക്ബീർ ധ്വനികൾ മുഴക്കുമ്പോൾ മനുഷ്യരായ ഞാനും നിങ്ങളുമൊക്കെ പ്രപഞ്ചനാഥനായിട്ടുള്ള സൃഷ്ടാവിന്റെ മുമ്പിൽ ഏറ്റവും അസ്ഗർ, ചെറുതാണ് എന്നുള്ള പ്രഖ്യാപനവും ആ സമർപ്പണവുമാണ് തക്ബീറിലൂടെ പ്രഖ്യാപിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുൻഗാമികളായിട്ടുള്ള പ്രവാചകന്മാർ എന്താണോ സമൂഹത്തിൽ പ്രബോധനം ചെയ്തിട്ടുള്ളത്, ആ പറയുന്ന വിശ്വാസം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സമൂഹത്തിലേക്ക് വന്നിട്ടുള്ളത്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളോടൊപ്പം കൂടിയിരിക്കുന്ന സമയത്ത് മരുഭൂമിയിൽ പ്രവാചകന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു വടിയെടുത്തുകൊണ്ട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു നേർരേഖ വരച്ചു. ആ നേർരേഖ വരയ്ക്കുന്നത് കൗതുകത്തോടു കൂടി നോക്കി നിന്ന സ്വഹാബാക്കൾ അതില് യാതൊരു ഉത്തരവും കണ്ടെത്താതെ ആകാംക്ഷയോടുകൂടി നിൽക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നേർരേഖയുടെ ഇരുവശങ്ങളിലും ഒരുപാട് വരകൾ വരയ്ക്കുകയുണ്ടായി. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂല് ഒരിക്കൽ കൂടി അതിൽ ആ വടി വെച്ചുകൊണ്ട് ഒന്നും കൂടി ഉറപ്പിച്ച് വരച്ചുകൊണ്ട് പറഞ്ഞു, ഹാദാ സുറാത്തി മുസ്തഖീമ, ഇതാകുന്നു എന്റെ ചൊവ്വായിട്ടുള്ള പാത എന്ന് പറയുന്നത്. ഫത്തബിഊഹു, നിങ്ങൾ ഇതിനെ പിന്തുടരുക. വലാ തത്തബിഉ അസ്സുബുല ഫതഫറഖ ബികും അൻ സബീലിഹി, അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും കാണുന്ന ഒരുപാട് വരകളുണ്ടല്ലോ, ആ വരകളെ നിങ്ങൾ പിന്തുടരാതിരിക്കുക. ഈ നേർരേഖ എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ഏകദൈവ വിശ്വാസത്തിന്റെ വരയാണ്, അതിന് ചൊവ്വായിട്ടുള്ള മാർഗമാണ്. എന്നാൽ അപ്പുറത്തും ഇപ്പുറത്തുള്ള ഒരുപാട് വരകൾ എന്ന് പറയുന്നത് പൈശാചികമായിട്ടുള്ള മാർഗങ്ങളാണ്. ആ പൈശാചികമായിട്ടുള്ള മാർഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ സാധിക്കണം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തെക്കുറിച്ച് ഒരു പക്ഷേ മിമ്പറുകളിൽ ഒരുപാട് കേട്ടിട്ടുള്ളവരാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. പരിപൂർണമായിട്ടുള്ള സമർപ്പണത്തിന്റെ, നമുക്കറിയാം, ഒരു അഗ്നി ലോകത്തൊരു ചരിത്രവും നമ്മൾ കേട്ടിട്ടില്ല, അല്ലെ? ഒരു ഹൈപ്പർ തെർമാഡിക് എന്ന് പറയുന്ന നിയമം അനുസരിച്ചുകൊണ്ട് ഒരു അഗ്നി അത് ചൂടാകുന്നതിന്, അതിന്റെ തന്മാത്രയുടെ ചൂട് കൂടുമ്പോൾ അതിന് വെള്ളത്തിന് ചൂട് കൂടുന്നു. അതേപോലെ തന്നെ ആ തന്മാത്രയുടെ ചൂട് കുറയുന്ന സമയത്തിന് വെള്ളത്തിന് ചൂട് കുറയുന്നു. തുടങ്ങിയ ഒരുപാട് പഠനങ്ങൾ നമ്മൾ ശാസ്ത്രീയമായി പഠിക്കുമ്പോൾ അവിടെ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന സമൂഹങ്ങൾ
ആ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ തീ കുണ്ടാരത്തിലേക്ക് എറിഞ്ഞപ്പോ പരിപൂർണമായിട്ടും ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, ബരമേൽപ്പിക്കാൻ എനിക്ക് എന്റെ റബ്ബ് മതി എന്ന് പറയുന്ന ഒരു പ്രഖ്യാപനമുണ്ട്. ആ പ്രഖ്യാപനത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അഗ്നിയിലൂടെ സമാധാനം നൽകുന്നു, തണുപ്പ് നൽകുന്നു. നിങ്ങൾ നോക്ക്, ഖുൽനാ യാ നാറകൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിമ. ആ അഗ്നിയോട് പറയാണ്, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് സമാധാനവും തണുപ്പും നൽകണം. എവിടെയെങ്കിലും ലോക ചരിത്രത്തില് നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ടോ? ഒരുപക്ഷെ അതിന്റെ തന്മാത്രകൾ പഠിപ്പിക്കുന്നതിനേക്കാൾ ഉപരിയായിക്കൊണ്ട് അതിൽ അള്ളാഹുവിലുള്ള സമർപ്പണമാണ് ഒരു വിശ്വാസി തിരിച്ചറിയേണ്ടത്. മാത്രമല്ല, ഒരു കുടുംബമുണ്ട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യ, മക്കൾ. ഒരുപക്ഷെ നമ്മൾ യാത്ര പോകുന്ന സമയത്ത് ലോകത്തൊരുപാട് അത്ഭുതങ്ങൾ കാണാറുണ്ട്. ആ അത്ഭുതങ്ങൾ കാണുന്ന സമയത്ത് വളരെ അത്ഭുതത്തോടു കൂടി, ആശ്ചര്യത്തോടു കൂടിയിട്ട് അത് നോക്കിക്കാണുന്നു. ഒരുപക്ഷെ ചിത്രം പകർത്തുന്നു. ആ പറയുന്ന ചിത്രം പകർത്തുമ്പോഴും അത്ഭുതത്തോടു കൂടി അത് നോക്കിക്കാണുമ്പോഴും പ്രിയപ്പെട്ട വിശ്വാസികളെ, അള്ളാഹുവിന്റെ അടയാളത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന സൊഫ വൽ മർവ മിൻ ശഅഇരില്ലാഹി. സൊഫയും മർവയും എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അടയാളങ്ങളാണ്, അള്ളാഹുവിന്റെ ഷിആറാണ്. നമ്മള് ബസ്സിൽ യാത്ര പോകുന്ന സമയത്ത് നമുക്ക് കാണാം, മുൻപില് ആ ഡ്രൈവറിന്റെ സീറ്റിന്റെ പിന്നില് ചില വിഗ്രഹത്തിന്റെ രൂപങ്ങൾ കാണാം. അവർ വിശ്വസിക്കുന്ന വിശ്വാസമാണ്. അവിടെ ദൈവത്തിന്റെ രൂപങ്ങൾ കാണാം, ക്രിസ്ത്യാനികളുടെ ദൈവത്തിന്റെ രൂപങ്ങൾ കാണാം. എന്നാൽ അപ്പുറത്തൊരു ചന്ദ്രക്കലയും കാണാം. അവിടെ ഒരിക്കലും അള്ളാഹുവിന്റെ ഫോട്ടോയോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപങ്ങളോ നമുക്ക് അവിടെ കാണാൻ സാധ്യമല്ല. ഒരു ചന്ദ്രക്കല ഒരിക്കലും അത് ഇസ്ലാമിന്റെ ഒരു അടയാളമായിട്ട് എവിടെയും പ്രമാണത്തിൽ പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ നമ്മളൊന്ന് തിരിച്ചറിയേണ്ടത്, ഖുർആൻ പഠിപ്പിച്ച സൊഫയും മറവയും അള്ളാഹുവിന്റെ അടയാളമാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രമാണ് ആ കുടുംബത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഭർത്താവിനെ സ്നേഹിക്കുന്ന ഒരു ഭാര്യ, ഭർത്താവിനെ അനുസരിക്കുന്ന ഒരു ഭാര്യ, ഭാര്യയെ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ഒരു ഭർത്താവ്, പരസ്പരം ആ ബഹുമാനവും ആദരവും തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാം ശേഖരിച്ചുകൊണ്ട് പഠിച്ച് സമൂഹത്തിന് മുമ്പിൽ ആദരവ് കാണിക്കുന്ന മക്കള്. അതാണ് ആ ചരിത്രത്തിൽ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ചുകൊണ്ട് ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്. വലാ തുഖ്സിനി യൗമ യുബഅസൂൻ. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ എന്നെ അപമാനിക്കരുത് റബ്ബേ. നമുക്കൊക്കെ ദുനിയാവില് നമ്മുടെ അഭിമാനത്തിന് വലിയ വിലയുണ്ട്, അല്ലെ? ചെയ്തു പോയിട്ടുള്ള ഒരു ചെറിയ തെറ്റ് അതെങ്ങാനും നാട്ടില് ആരെങ്കിലും ഒരാൾ അറിഞ്ഞ് നാലാൾക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലുള്ള ആളുകൾ നോക്കിക്കാണുമ്പോ നമുക്ക് വല്ലാത്ത വിഷമം ഉണ്ടാവും, സങ്കടം ഉണ്ടാവും. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഇമാമുൻ നാസിയാണ്, ജനങ്ങളുടെ നേതാവാണ്, ഖലീലുള്ളയാണ്, അള്ളാഹുവിന്റെ കൂട്ടുകാരനാണ്. ഒരേ സമയത്ത് അള്ളാഹുവിന്റെ കൂട്ടുകാരനാവുകയും അതേ സമയത്ത് ജനങ്ങളുടെ നേതാവായി മാറുകയും ചെയ്യുക എന്ന് പറയുന്നത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ സ്ഥാനമാണ്. നമ്മുടെ നാട്ടില് നേതാക്കന്മാരുണ്ട്, നമ്മുടെ നാട്ടില് ഇതേപോലെയുള്ള സ്ഥാനങ്ങൾ വഹിക്കുന്ന ആളുകളുണ്ട്, നമ്മളുണ്ട്. എങ്കിൽ അള്ളാഹുമായിട്ടുള്ള നമ്മുടെ ബന്ധം എന്ത്? ഈ ബന്ധമായിരിക്കണം നമ്മൾ തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ആ ത്യാഗം സ്മരിച്ചുകൊണ്ടായിരിക്കണം ഈ പെരുന്നാൾ സുദിനം നമ്മൾ ആലോചിക്കേണ്ടതും അതോടൊപ്പം ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതും. ആ രൂപത്തിൽ ജീവിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. لا إله إلا الله الله أكبر الله أكبر ولله الحمد. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സൂചിപ്പിച്ചു വന്നിട്ടുള്ളത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ജീവിതത്തിലെ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയും സമർപ്പണവുമാണ്. നമ്മൾ പെരുന്നാൾ സുദിനം ആഘോഷിക്കുന്ന സമയത്ത് ലോകത്തുടനീളം ഒരുപാട് കഷ്ടപ്പാടും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് എന്ന തിരിച്ചറിവാണ് ഒരു വിശ്വാസിക്കുണ്ടായിരിക്കേണ്ടത്. റബ്ബന ഗഫിർലി വലിവാലിദയ്യ വലിൽ മുഅ്മിനീന യൗമ യഖൂമുൽ ഹിസാബ്. എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും അതോടൊപ്പം തന്നെ വലിൽ മുഅ്മിനീൻ സത്യവിശ്വാസികൾക്കും നീ പുറത്തു കൊടുക്കണം. എപ്പോഴാണ്? വിചാരണ വേളയിൽ ഒരുമിച്ച് കൂടുന്ന സമയത്ത്. അവിടെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുടെ ഭാഗമുണ്ട്, വലിൽ മുഅ്മിനീൻ, വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കേണ്ടതുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ
മെഡിക്കൽ കോളേജിൽ ഒരു ഇസ്ലാഹി പ്രവർത്തകനാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ രോഗിയെ കണ്ട് തിരിച്ചു വരുന്ന സമയത്ത് 6-ാം വാർഡിന്റെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഒരു 10 വയസ്സുകാരനായിട്ടുള്ള ഒരു കുട്ടി വന്നുകൊണ്ട് അദ്ദേഹത്തെ തോണ്ടി വിളിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് എൻ്റെ ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആ കുട്ടി ഒരു തവണ അത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായില്ല. അദ്ദേഹം 2ാമത്തെ തവണ ആ കുട്ടിയോട് ചോദിച്ചു, മോനെ എന്താണ് മോനെ ആവശ്യപ്പെട്ടത്? ആ സമയത്ത് മോൻ പറയാ, നിങ്ങൾ എൻ്റെ ഉമ്മക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഉമ്മക്ക് തീരെ സുഖമില്ല. ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് ഇനി പ്രാർത്ഥന കൊണ്ട് മാത്രമേ ഫലമുള്ളൂ. അങ്ങനെ ആ കുഞ്ഞ് അവിടുന്ന് പോയി അവിടെ ഇരിക്കുന്ന, നടക്കുന്ന, വരുന്ന എല്ലാവരോടും ഇത് ആവശ്യപ്പെട്ടുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് 4 ഭാഗത്ത് ഓടുകയാണ്. ആ സുഹൃത്ത് എന്നോട് സൂചിപ്പിച്ചിട്ടുള്ളത്, അത് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നത്രേ. കാരണം ഒരു 10 വയസ്സുകാരനായിട്ടുള്ള കുഞ്ഞ് ഇനി വേറൊരു ഓപ്ഷൻ ഇല്ല, ഇനി അങ്ങോട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാന്ന് ഡോക്ടർ പറഞ്ഞപ്പോ കാണുന്ന എല്ലാവരോടും തന്റെ മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയാണ്. ഇതിവിടെ സൂചിപ്പിക്കാൻ കാരണം, നമ്മളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ദുആ ചെയ്യണം കേട്ടോ, നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. ഹജ്ജിന് പോകുന്ന സമയത്തൊക്കെ നമ്മൾ വസിയത്ത് ചെയ്യാറുണ്ട്. എത്ര പേര് നമ്മുടെ കൂട്ടത്തിൽ എത്ര പേര് ആലോചിച്ച് ഓർത്ത് നമ്മുടെ കൂട്ടുകാർക്ക്, സഹോദരങ്ങൾക്ക്, ഉമ്മ ഉപ്പ അങ്ങനെ പോകുന്ന പൊതുസമൂഹത്തിലെ അങ്ങനെ എല്ലാ മനുഷ്യർക്കും, വിശ്വാസികൾക്ക് വേണ്ടി എത്ര പേര് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. അതൊരു വിശ്വാസിയുടെ മാതൃകയായിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ കുടുംബ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ആ കുടുംബത്തിൽ ഉണ്ടായിരിക്കേണ്ട ഒരുപാട് മാതൃകകൾ. ലോകത്ത് അബൂദക്ക എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തക, ഫലസ്തീനി മാധ്യമ പ്രവർത്തക അവസാനത്തെ ഒരു ലെറ്റർ എഴുതി. ആ അവസാനത്തെ എഴുതി വെച്ച കത്തില് തന്റെ മകനെ വിളിച്ചുകൊണ്ട് പറയുന്നൊരു വാക്കുണ്ട്, പ്രിയപ്പെട്ട എന്റെ കരളിന്റെ കഷ്ണമേ, നീ എനിക്ക് അഭിമാനമാകണം, അപമാനമാകരുത്. നീ എനിക്ക് അഭിമാനമാകണം, അപമാനമാകരുത്. മറിച്ച് ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ നീ ഒരു കുടുംബജീവിതം നയിക്കണം. ആ കുടുംബജീവിതം നയിച്ച് നിനക്കൊരു കുഞ്ഞുണ്ടായാൽ, പെൺകുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ആ പെൺകുഞ്ഞിന് എന്റെ പേര് മറിയം എന്ന് പറയുന്ന ഒരു പേര് നൽകണം. ഒരു മാതാവിന്റെ ആവശ്യമാണ്. അവസാനത്തെ കത്തെഴുതിയ സമയത്ത് ആ മാധ്യമ പ്രവർത്തക അവിടെ വെച്ച് മരണപ്പെടുകയാണ്. നമുക്കറിയാം, ഈദ് സുദിനം ഇവിടെ ആഘോഷിക്കപ്പെടുന്ന സമയത്ത് പള്ളികൾ പൊളിക്കപ്പെട്ട അല്ലെങ്കിൽ തകർക്കപ്പെട്ട പള്ളികളുടെ ഏതെങ്കിലും ഒരു മൂലയിൽ പാതിയുള്ള ഭാഗങ്ങളിൽ പെരുന്നാൾ നമസ്കരിക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. വല്ലിപ്പ ബിസ്ക്കറ്റ് വാങ്ങിയിട്ട് വീട്ടിലേക്ക് വരുന്ന സമയത്താണ് ബോംബ് വർഷിച്ചിട്ടുള്ളത്. ആ ഇസ്രായേലി പട്ടാളത്തിന്റെ ബോംബില് അദ്ദേഹത്തിന് പരിക്കേറ്റു. അദ്ദേഹത്തിന്റെ ഒരു കൈ അറ്റുപോയി, കാലാകട്ടെ മുന്നോട്ട് ചലിപ്പിക്കാൻ പറ്റുന്നില്ല. ആ മനുഷ്യന് വിശന്നു നിൽക്കുന്ന തന്റെ വീട്ടിലുള്ള ആ മകന് വേണ്ടിയിട്ട് ബിസ്ക്കറ്റ് കൊടുക്കാൻ വേണ്ടി ആഗ്രഹിക്കാൻ, പക്ഷെ ഒരു അടി മുന്നോട്ട് നടക്കാനും പറ്റുന്നില്ല. അവിടെയുള്ള ഒരു വ്യക്തിയോട് സൂചിപ്പിച്ചു, വീട്ടിൽ കിടക്കുന്ന എന്റെ മകൻ ഇത് കൊണ്ടുപോയി കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നവരാണ് നമ്മൾ. എത്ര പ്രതിസന്ധി ഉണ്ടെങ്കിലും വലിയ തടസ്സങ്ങളൊന്നും ഇന്ന് വരെ നമുക്ക് വന്നിട്ടില്ല. പക്ഷെ നമ്മൾ തിരിച്ചറിയേണ്ടത്, ആ പറയുന്ന ലോകത്ത് ഇത്രയും ആളുകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികൾക്ക് മുമ്പില് നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. മെർലിൻ മോൺറോ എന്ന് പറയുന്ന ഒരു നർത്തകിയുണ്ട്. അവര് ഒരു പക്ഷെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇൻഫ്ലുവൻസർ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന മെർലിൻ മോൺറോ അവരാഗ്രഹിച്ചു ലോകത്ത് അറിയപ്പെടുന്ന ഒരു നർത്തകിയായിട്ട് മാറണം, എല്ലാവർക്കും ആ രൂപത്തിൽ മാതൃകയാകണം. പക്ഷേ ജീവിതത്തിന്റെ മുന്നോട്ട് പോക്കിൽ ഒരു തിരിച്ചറിവുണ്ടായി. ആ തിരിച്ചറിവില് അവർ മനസ്സിലാക്കിയിട്ടുള്ളത്, ഒരുപാട് ആളുകൾ എന്നെ ചൂഷണം ചെയ്തു, എന്റെ ശരീരമാണ് അവർക്ക് ആവശ്യം, എന്റെ ശരീരത്തിലെ ഓരോ സ്പർശനങ്ങളിലും സുഖം കണ്ടെത്തുന്ന ഒരു തലമുറയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. എനിക്കൊരു കുടുംബജീവിതം ഞാൻ ആഗ്രഹിച്ചു, പക്ഷെ എനിക്ക് പറ്റിയിട്ടില്ല. ലോകത്തുള്ള സഹോദരികളോട് ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് ലോകത്തുള്ള സഹോദരികൾക്ക് മുമ്പിൽ അവർ പ്രഖ്യാപിക്കുകയാണ്, നിങ്ങൾ കാണുന്ന സുഖങ്ങളോ, നിങ്ങൾ കാണുന്ന ഈ പബ്ലിസിറ്റികളോ, നിങ്ങൾക്ക് മുമ്പിൽ കാണുന്ന ഈ പറയുന്ന സെലിബ്രിറ്റി എന്ന് പറയുന്ന ഒരു മുഖം മൂടി അണിഞ്ഞുകൊണ്ടുള്ള ജീവിതമല്ല ഞാൻ അനുഭവിക്കുന്നത്. മറിച്ച് അപകർഷതാബോധത്തിന്റെയും അതോടൊപ്പം തന്നെ സങ്കടത്തിന്റെയും വേദനയുടെയും
വിഷാദത്തിന്റെയും വഴിയിലൂടെയാണ് ഞാൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മെർലിൻ മോൻ പറയുകയാണ്. എന്നിട്ട് അവസാനത്തെ എഴുതി വെക്കുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: അതുകൊണ്ട് നിങ്ങൾ സഹോദരികളെ കുടുംബജീവിതം നയിക്കുക. ആ കുടുംബ ജീവിതത്തിൽ നിങ്ങൾക്ക് ഐശ്വര്യമുണ്ട്. ഇത് നമ്മുടെ പൊതുസമൂഹങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആ പൊതുസമൂഹം തിരിച്ചറിയുമ്പോഴാണ്, നമ്മുടെ സഹോദരികൾ തിരിച്ചറിയുമ്പോഴാണ് എന്തിലാണ് ഇസ്സത്തുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയുക. വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ. അള്ളാഹുവിനാണ് പ്രതാപവും അഭിമാനവും ഉള്ളത്. അതോടൊപ്പം തന്നെ റസൂലിനാണ് അഭിമാനവും പ്രതാപവും ഉള്ളത്. അതോടൊപ്പം തന്നെ സത്യവിശ്വാസികൾക്ക് അല്ലെ ഇസ്സത്തു ബിൽ ഇസ്ലാമി, ഇസ്ലാം കൊണ്ട് ഇസ്സത്ത് കൈവരിക്കാൻ നമുക്ക് സാധിക്കണം. അഭിമാനം നമുക്കുണ്ടോ? ഞാനൊരു മുസൽമാനാണ്, ഞാനൊരു മുസ്ലിമാണ്. അല്ലെ ഇസ്സത്തു ബിൽ ഈമാനി, ഞാനൊരു മുഅ്മിനാണ്, അതിലൂടെ ഞാൻ അഭിമാനിക്കുന്നുണ്ട്. അല്ലെ ഇസ്സത്തു ബി തവക്കുലി, അള്ളാഹുവിൽ സമർപ്പിച്ചുകൊണ്ട് ആ ഇസ്സത്ത് കൈവരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? FS ബാഡ്ലി 1918 ഞാൻ ദൈവത്തിന്റെ സ്വർഗത്തിൽ ജീവിച്ചു, അദ്ദേഹം എഴുതിയിട്ടുള്ളൊരു പുസ്തകമാണ്. അങ്ങനെ ഒരു നാട്ടിൽ അദ്ദേഹം ജീവിക്കുന്ന വർഷങ്ങളോളം, 7 വർഷത്തോളം ആ നാട്ടിൽ ജീവിച്ചപ്പോ അവിടെ ഒരു തീക്കാറ്റിലൂടെ അവിടെ ഏകദേശം 60ന്റെ മുകളിൽ ശതമാനം നശിച്ചു കഴിഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന ഗോത്ര തലവൻ എഴുന്നേറ്റുന്നുണ്ട്, പറഞ്ഞു, അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത് ഒരുപാടുണ്ട്, എന്നാൽ ഇനിയും ബാക്കി വെച്ചിട്ടുണ്ട്. ഏകദേശം 3/4% കത്തി നശിച്ചിട്ടും അവസാനം അവർക്ക് നൽകിയിട്ടുള്ള ഒരു പ്രതീക്ഷ, അള്ളാഹു എല്ലാം നശിപ്പിച്ചു എന്നല്ല, അള്ളാഹു നമുക്ക് എല്ലാം ബാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് സഞ്ചരിക്കുക. ആ മനുഷ്യൻ പറയുന്നത്, ഞാൻ ഒരുപാട് ലോകം സഞ്ചരിച്ചു, പക്ഷേ ഇത്രയും സമർപ്പണ ബോധമുള്ള ഒരു സമൂഹത്തെ ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഇത് സൂചിപ്പിക്കാൻ കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട് യുവാക്കൾ തിരിച്ചറിയേണ്ടതാണ്. ഒരു തമിഴ് നടൻ ഇസ്ലാം സ്വീകരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത്, ഞാൻ അമ്പലത്തിൽ ചെന്നു, പക്ഷെ അവിടെ സമത്വത്തെ കാണാൻ സാധിച്ചിട്ടില്ല. ഞാന് മറ്റ് ചർച്ചിൽ ചെന്നു, പക്ഷെ അവിടെയും ഈ പറയുന്ന സൗഹാർദ്ദത്തെ കൂടുതൽ കാണാൻ സാധിച്ചിട്ടില്ല. പക്ഷെ പള്ളിയിൽ ചേർന്നപ്പോ ഒരു തരത്തിലുള്ള സെലിബ്രിറ്റികളോ വലിയവരെന്നോ ചെറിയവരെന്നോ പണക്കാരനെന്നോ പാവപ്പെട്ടവരെന്നോ വ്യത്യാസമില്ലാതെ പരസ്പരം എഴുകിച്ചേർന്ന് തോളോട് തോൾ ചേർന്ന് കാലുകൾ അടുപ്പിച്ചു വെച്ച് നമസ്കരിക്കുന്നതാണ് അദ്ദേഹം കാണുന്നത്. അതൊരു തിരിച്ചറിവാണ്, ഒരു മനുഷ്യനുണ്ടാകുന്ന തിരിച്ചറിവാണ്. അവിടെയാണ് നമ്മളെ മുമ്പില് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു വചനമുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, നിങ്ങൾ ദീനിൽ പരിപൂർണമായിട്ട് പ്രവേശിക്കുക. ഒരര ദീന്, അങ്ങനെ പറയാം, ഒരു ദീന്, ഒരര ദീന്, അല്ലെങ്കിൽ ആ ദീനല്ല, ദീനിൽ നിങ്ങൾ പരിപൂർണമായിട്ടും പ്രവേശിക്കുക. പലപ്പോഴും നമുക്ക് തമാശയാണ്. നമ്മള് ഖുത്ബകൾ കേൾക്കുമ്പോൾ നമുക്കറിയാം, ഇതുപോലെ തന്നെ ഒരു ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കറിയാം, വേൾഡ് കപ്പ് യുവാക്കളെ സംബന്ധിച്ചിടത്തോളം കളി വേണം, ആസ്വാദനങ്ങൾ വേണം, വിനോദങ്ങൾ വേണം, പക്ഷേ ഇബാദത്തിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടായിരിക്കരുത്. അപ്പോ മൗലവി പള്ളിയിൽ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു. കാരണം നിങ്ങൾ കളി കണ്ടോളൂ, നിങ്ങൾ അതൊക്കെ ആസ്വദിച്ചോളൂ, പക്ഷേ സുബഹിക്ക് എഴുന്നേൽക്കണം. നമ്മൾ അവിടെയാണ് ചിന്തിക്കേണ്ടത്. ആ ഇഷ്ടപ്പെട്ട താരത്തിന്റെ കളി ഉണ്ടെങ്കിൽ ഏത് പാതിരാത്രിയും എഴുന്നേറ്റുകൊണ്ട് എത്ര സമയം ക്ഷമയോടുകൂടി കളി കാണാനും ആസ്വദിക്കാനും മനുഷ്യർക്ക് സാധിക്കാറുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പറഞ്ഞു വരുന്നത്, ആ പറയുന്ന സമയത്ത് മൗലവി ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ നിങ്ങൾ അതില് ഫുട്ബോളിലൊക്കെ ശ്രദ്ധിക്കണം, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞ അടുത്ത ആഴ്ച മൗലവി ഇതേപോലെ ഇങ്ങനെ പള്ളിയിലേക്ക് കയറി വന്നപ്പോ ഫ്ലെക്സിനെ കുറിച്ചൊക്കെ പറഞ്ഞു, ഒരുപാട് ഫ്ലെക്സ് അടിക്കുന്നതൊക്കെ. അപ്പൊ ഇങ്ങനെ അടുത്ത് വന്നപ്പോ പള്ളിയിൽ ഇങ്ങനെ കയറുന്ന സമയത്താണ് ഒരു ഫ്ലെക്സ് കണ്ടിട്ടുള്ളത്, മൗലവി എന്തൊക്കെ പറഞ്ഞാലും കപ്പ് ബ്രസീൽ അടിക്കുന്നു. മൗലവി എന്തൊക്കെ പറഞ്ഞാലും കപ്പ് ബ്രസീൽ അടിക്കും. അതായത് ഇതൊക്കെ പറയുന്നത്, ഒരു ഭാഗം പറയുന്നത് മാർഗമുണ്ടാവാൻ, ശരിയായിട്ടുള്ള അതിന്റെ വഴി തിരിച്ചറിയാൻ. പക്ഷെ അതൊക്കെ പറഞ്ഞാലും മൗലവി കപ്പ് ബ്രസീൽ തന്നെ അടിക്കും. അതായത് തിരിച്ചറിയേണ്ട ഭാഗങ്ങൾ ശരിയായി തിരിച്ചറിയാൻ നമുക്ക് പലപ്പോഴും പറ്റുന്നില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ കാര്യത്തിൽ നമ്മൾ സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട്. മാത്രമല്ല, നമ്മുടെ കുടുംബ ജീവിതങ്ങൾ നമുക്കറിയാം പൂക്കികളുടെ കാലമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതാണ്. ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിൽ തെറ്റായിക്കൊണ്ട് പല രീതിയിൽ അത് ചിത്രീകരിക്കപ്പെടുന്നുണ്ട്. നമ്മളെ ഭയപ്പെടുത്തുന്നത്, എറണാകുളത്ത് നമുക്കറിയാം ഒരു ഭിന്നശേഷിക്കാരനെ ചാറ്റ് ചെയ്ത് റൂമിലേക്ക് ക്ഷണിച്ച് അവസാനം അവിടെ വെച്ച് ഇതുപോലെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ പിന്നീട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തു. നമ്മൾ വായിച്ചിട്ടുണ്ട്. ആ കംപ്ലൈന്റില് ഒരു സ്ത്രീയാണ് പിടിക്കപ്പെട്ടിട്ടുള്ളത്. കുടുംബജീവിതം നയിക്കുന്ന മക്കളുള്ള സ്ത്രീ പിടിക്കപ്പെട്ടു. ആ സ്ത്രീ പിടിക്കപ്പെട്ടപ്പോ സോഷ്യൽ മീഡിയയിൽ സ്ത്രീയുടെ രൂപമുണ്ടായി. അതിന്റെ കമന്റ്സ് കേരളക്കരയെ വല്ലാതെ പേടിപ്പെടുത്തുന്നതാണ്. ആ കമന്റ്സിന്റെ അടിയില് അട്രാക്റ്റഡ് വിത്ത് ടോക്സിക് പൂക്കീസ് എന്നാണ്.
അതായത് അട്രാക്ട് ചെയ്യപ്പെട്ടു ആ സ്ത്രീയിൽ. എന്ത്? ലഹരി ഉപയോഗിക്കുന്ന, മദ്യപിക്കുന്ന, വഴിവിട്ട മാർഗം സഞ്ചരിക്കുന്ന ആ സ്ത്രീയില് അട്രാക്ട് ചെയ്യപ്പെട്ടത്രേ. കേവലം ബാഹ്യമായിട്ടുള്ള സൗന്ദര്യത്തിന് വലിയ സ്ഥാനം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകം നമ്മുടെ സമൂഹത്തിൽ വരിക. ഒരിക്കലും ഒരു മകൻ വളരെ സങ്കടപ്പെട്ടുകൊണ്ട് പറയാ, എന്റെ ഉമ്മ എന്നെ കൂടെ കൊണ്ടടക്കൂല. എന്താണെന്നറിയോ? ആ ഉമ്മ പറയുന്നത്, ഉമ്മ നല്ല നിറണ്ട്, ബാപ്പ നല്ല നിറണ്ട്, മൂത്ത മോന് നല്ല നിറണ്ട്, പക്ഷെ എനിക്ക് നിറം കുറവാ. എനിക്ക് നിറം കുറവായതുകൊണ്ട് തന്നെ ബാപ്പാക്കും ഉമ്മാക്കും എന്നെ കൂടെ കൊണ്ട് നടക്കുന്നത് വലിയ സങ്കടമാണ്. പ്രിയപ്പെട്ടവരെ, ഇത് ഒരു പക്ഷെ ആ കുടുംബത്തിലെ കാര്യമായിരിക്കാം. പക്ഷേ നമ്മുടെ കുടുംബത്തിലും ഒരു പക്ഷെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലെ വർഗീയതയെ കുറിച്ച് പറയുമ്പോൾ, അതേപോലെ വർണ്ണവെറിയെ കുറിച്ച് പറയുമ്പോൾ, നമ്മുടെ നാട്ടിലും കറുപ്പും വെളുപ്പും ഇന്നും അപകർഷതാബോധത്തോടു കൂടി ജീവിക്കുന്ന എത്ര മക്കളുണ്ട്, എത്ര യുവാക്കളുണ്ട്, കഷ്ടപ്പെടുന്നുണ്ട് വിവാഹ കമ്പോളങ്ങളിൽ, സാമൂഹ്യ ജീവിതത്തിൽ, ക്യാമ്പസുകളിൽ. അതുകൊണ്ട് ആത്മവിശ്വാസം, ഇസ്സത്തും ഇസ്ലാമിലൂടെ ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ വീടുകൾ നിങ്ങൾ വളരെ ഗൗരവത്തോടു കൂടിയിട്ട് ചിന്തിക്കേണ്ടതാണ്. നമ്മളൊക്കെ നമ്മുടെ ഈ പരിസരത്തൊക്കെ ഇവിടെ കാണാൻ സാധിക്കും, പ്രസവിച്ചു കഴിഞ്ഞാലുള്ള ബേബി കെയർ സെന്ററുകൾ ഒരുപാട് കാണാം. നമ്മളൊന്നും ചിന്തിച്ചിട്ടില്ല, പക്ഷെ ഒരുപാട് വന്നു തുടങ്ങി. വർഷങ്ങൾ കഴിഞ്ഞാൽ ചിന്തിക്കേണ്ട വിഷയമാണ്. വർഷങ്ങൾ കഴിഞ്ഞാല് ഇതുപോലെ കുടുംബമില്ലാത്ത ചില സ്ത്രീകൾക്ക്, അല്ലെങ്കിൽ കുടുംബമില്ലാത്ത ചില പുരുഷന്മാർക്ക് മാത്രം താമസിക്കാനുള്ള അധിക ദൂരമൊന്നും ഉണ്ട്. 2030 40 ഒക്കെ ആകുമ്പോഴേക്കും നല്ല ഒരു ബിസിനസ്സിനുള്ള സാധ്യതകളായിട്ട് അത് കാണാൻ തുടങ്ങും ആളുകൾ. എന്താ? അങ്ങനെയുള്ളവർക്ക് മാത്രം പണമുണ്ട്, സൗകര്യങ്ങളുണ്ട്, പക്ഷേ സ്നേഹിക്കാനും അതേപോലെ തന്നെ രോഗമുണ്ടായി കഴിഞ്ഞാൽ പരിഗണിക്കാനും ഒരാളുമില്ല. ഒറ്റപ്പെട്ടുകൊണ്ട് ഇതുപോലെ റൂമെടുത്ത് ഒരു വീട്ടിൽ താമസിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ, ഒരു അറയിൽ താമസിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ അധികം വിദൂരമല്ല. പറഞ്ഞു വരുന്നത്, നമ്മുടെ വീടുകൾ ആരെ യത്തീം? ബാപ്പ മരിച്ച യത്തീം എന്ന് പറയും. ഇമാം ഖുർത്തുബി റഹിമഹുള്ള തഫ്സീറിൽ പഠിപ്പിക്കുന്നത് ഉമ്മ മരിച്ചാലും അതുപോലെ തന്നെ യത്തീമാണെന്ന് പറയണമെന്ന. ഏതായിരുന്നാലും ശരി, പക്ഷെ കുടുംബത്തിൽ നമ്മളൊരു വീട്ടിലായിട്ടും അനാഥകളായി ജീവിക്കുക, യത്തീമുകളായിട്ട് ജീവിക്കുക. മോനൊരു ലോകത്ത്, മോളൊരു ലോകത്ത്, ബാപ്പൊരു ലോകത്ത്, ഉമ്മ ഒരു ലോകത്ത്, ഏതോ ലോകത്ത് മനുഷ്യർ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും സ്വകാര്യത വേണം. പക്ഷേ ബാപ്പാന്റെ മുമ്പിൽ എന്ത് സ്വകാര്യത? വിദേശത്ത് കഷ്ടപ്പെട്ടുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് നാട്ടിലേക്ക് തന്റെ മകളുടെ നിക്കാഹിന് വേണ്ടി വരാൻ ആഗ്രഹിച്ച ഉപ്പാനോടൊരു മോള് പറഞ്ഞു, എനിക്കൊരു ഡയമണ്ട് ആഗ്രഹമുണ്ട് ഉപ്പ, എല്ലാവരും സ്വർണം ധരിക്കുന്നുണ്ട്, അപ്പൊ എനിക്കൊരു ഡയമണ്ട് വേണം. ഉപ്പ എന്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, നിങ്ങളിത് കൊണ്ടുപോയിട്ട് നാട്ടിൽ കൊടുക്കണം, നിങ്ങൾ നിക്കാഹിന് വരുന്നില്ല. ഇല്ല, ഞാൻ നിക്കാഹിന് വന്നു കഴിഞ്ഞാൽ എൻ്റെ മകൾക്ക് ഇത് വാങ്ങാൻ സാധിക്കില്ല. കാരണം ആ പറയുന്ന ഓവർ ടൈം ജോലി എടുത്തു കഴിഞ്ഞാലേ ഇത് വാങ്ങാൻ സാധിക്കുള്ളൂ. ആ പറയുന്ന കുടുംബത്തില് ഇദ്ദേഹത്തിന്റെ വേദന തിരിച്ചറിയുന്നില്ല. ഇത് സൂചിപ്പിച്ചു വരുന്നത്, നമ്മുടെ കുടുംബത്തില് ഒരു പക്ഷേ ഉപ്പയോ ഉമ്മയോ സഹോദരങ്ങളോ കാക്കയോ ഒക്കെ വിദേശത്തുണ്ട്, പ്രവാസികളുണ്ട്. ആ പ്രവാസികൾ അനുഭവിക്കുന്ന ദുരിതങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്ക് താങ്ങും തണലുമായിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കണം. നമുക്കറിയാം, ഒരു ഇസ്തിരിപ്പെട്ടി, നമ്മുടെ വസ്ത്രം അത് നന്നായിട്ട് നമ്മൾ അയൺ ചെയ്യുന്ന സമയത്ത് ചുളിവെല്ലാം നിവർത്തും. സ്വയം എരിഞ്ഞുകൊണ്ട് നമ്മുടെ വസ്ത്രത്തിന് ചുളിവ് നിവർത്തിക്കൊണ്ട് അതിൻ്റെ പുറമോടിയിൽ സൗന്ദര്യം കാണിക്കുമ്പോൾ അപ്പുറത്ത് ഒരുപാട് കനലുകളിൽ വേദന അനുഭവിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സമാധാനങ്ങൾ നമുക്കുണ്ടായത് എന്ന് നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് ഈ പറയുന്ന പെരുന്നാൾ സുദിനത്തിൽ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കു വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് മാനസികമായിട്ട് ഐക്യപ്പെടുക, അതോടൊപ്പം തന്നെ സമൂഹത്തിൽ നല്ലൊരു സമർപ്പണ ബോധമുള്ള വിശ്വാസികളായിട്ട് ജീവിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ആ രൂപത്തിൽ ജീവിക്കാനുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹുവേ, ഈ പള്ളിയിലിരിക്കുന്ന ഞങ്ങൾക്കും ഞങ്ങളുടെ വീടുകളിലുമൊക്കെ ഒരുപാട് സഹോദരങ്ങൾ രോഗികളായി പ്രയാസപ്പെടുന്നുണ്ട്. ഷാഫിയായ അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും രോഗം ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം തന്നെ മരണപ്പെട്ടു പോയിട്ടുള്ള ഒരുപാട് സഹോദരങ്ങളും സഹോദരികളുണ്ട്. നമ്മുടെ പള്ളിയിലൊക്കെ സുജൂദ് ചെയ്തിരുന്ന പല സഹോദരങ്ങളുണ്ട്. നമ്മുടെ കുടുംബത്തിൽ ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, സഹോദരികളുണ്ട്, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ.
കുടുംബജീവിതം ആഗ്രഹിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്. അവർക്ക് നല്ല സക്കീനത്തും മവദ്ദത്തുള്ളൊരു കുടുംബജീവിതം അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. മക്കളില്ലാത്തവർക്ക് അള്ളാഹു സ്വാലിഹീങ്ങളായ മക്കളെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ലോകത്ത് പ്രയാസം അനുഭവിക്കുന്ന മുസ്ലിങ്ങളായതിൻ്റെ പേരിൽ ദുരിതം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾക്ക് അള്ളാഹു ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ കേരളക്കരയിലും ഈ ലോകത്തുമൊക്കെ വളരെ സ്നേഹത്തോടുകൂടി, വളരെ ഐക്യത്തോടുകൂടി, സൗഹാർദ്ദത്തോടുകൂടി ജീവിക്കുവാൻ അള്ളാഹു നമുക്ക് മനസ്സും ഈമാനും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം തന്നെ ഒരുപാട് സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ഹലാലായിട്ടുള്ള മുറാദുകളും പ്രാർത്ഥനകളും നമുക്കെല്ലാവർക്കും ഉണ്ട്. നമ്മുടെ ഹലാലായിട്ടുള്ള മുറാദുകൾ, പ്രാർത്ഥനകൾ അള്ളാഹു കബൂൽ ചെയ്തുകൊണ്ട് നമ്മിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവെ, നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണമേ നാഥ. നമ്മിൽ വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പെരുന്നാൾ സുദിനത്തിൽ ദാനധർമ്മത്തിന് ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ദിവസം നമ്മളൊക്കെ വീട്ടിൽ ചെറിയ കുട്ടികൾക്ക് ചിലപ്പോൾ പെരുന്നാൾ പൈസ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യും, കുട്ടികൾ ചോദിക്കും, അങ്ങോട്ട് എന്തെങ്കിലും കൊടുക്കും. പക്ഷെ അതിനേക്കാളും വലിയ പ്രതിഫലമാണ് നമ്മുടെ പള്ളികൾക്ക് വേണ്ടിയിട്ടും അതുപോലെയുള്ള സംരംഭങ്ങൾക്ക് വേണ്ടിയിട്ടും ഒക്കെ നൽകുന്നത്. അതുകൊണ്ട് അതിലേക്ക് അകമഴിഞ്ഞുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് സ്വതക്ക ചെയ്യുക. അതിന്റെ പുണ്യവും അള്ളാഹു പരിപൂർണമായും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുന്ന നരകത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി കാദിൽ ഹാജാത്ത് റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.